നാഗമണത്ത് ഗംഗയെ തൃച്ചംബരത്ത് ഗംഗയാക്കുന്നത് ഒരിക്കലും നടക്കാത്ത മനോഹരമായ ഒരു സ്വപ്നമായിരിക്കും. കാരണം അടിച്ചുമാറ്റിയ മാല കാണിച്ചാണ് ഗംഗ പൂർവികരുടെ പ്രീതി സമ്പാദിച്ചതെന്ന് അങ്കിളിലൂടെ അഖിലാന്റി അറിഞ്ഞാൽ അതെവിടെ വരെ ചെന്ന് നിൽക്കുന്നെന്ന് ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഗംഗയെ തൃച്ചംബരത്ത് ഗംഗയാക്കണമെന്നുള്ള വിഷയം തൽക്കാലം പുറത്തെടുക്കണ്ട. കാലഹരണപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. എക്സ്ക്യൂസ് മീ സർ. യെസ് പറയൂ ശ്രീനിവാസ്. അർജന്റ് ഫയൽസ് വല്ലതും ഉണ്ടോ? അതല്ല സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാറ് കയറി വന്ന ഉടൻ തന്നെ അതെങ്ങനെ പറയുമെന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം. പറയൂ ശ്രീനിവാസ്, എന്താ പ്രശ്നം? നമ്മുടെ ടെക്സ്റ്റൈൽസ് കമ്പനിക്ക് മെറ്റീരിയൽ ഇറക്കിയ വകയിൽ 50 കോടിയുടെ നഷ്ടം വന്നിരിക്കുന്നു സർ. വാട്ട്? 50 കോടിയോ? അതെങ്ങനെ സംഭവിച്ചു? അത് ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ആണെന്ന് ക്വാളിറ്റി കൺട്രോളർ പറയുന്നു സർ. നോ വേ, ഇറ്റ്സ് എ റോങ് മെസ്സേജ്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. ഈ മെറ്റീരിയൽസ് വാങ്ങാനുള്ള കോൺട്രാക്ട് കൊടുത്തത് ആരാ? അരവിന്ദ് സാറാണ് ആ ഫയലുകളൊക്കെ സൈൻ ചെയ്തത്. ആ ഫയലുകളോടെ? ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്ത 2 പ്രൊജക്ടുകളെ വൻ ലാഭത്തിലേക്ക് പോകുന്നേ. ഉത്തരവാദിത്വമില്ലാതെ ഓർഡർ കൊടുത്തുകൊണ്ടാണ് സർ ഇത്രയും ഭീമമായ ഒരു നഷ്ടം സംഭവിച്ചത്. ഒരു ഫയലും വായിച്ചു പോലും നോക്കാതെ സൈൻ ചെയ്തിട്ടുണ്ടാവും. അരവിന്ദിനോട് ഇങ്ങോട്ട് വരാൻ പറയും. അരവിന്ദ് സാർ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല സർ. പറയേട്ടാ. സക്സസ് പ്രിയങ്ക. അരവിന്ദ് കാരണം 50 കോടി രൂപ നഷ്ടമായ കാര്യം ആനന്ദിന് വ്യക്തമായിട്ട് മനസ്സിലായോ? എല്ലാം മനസ്സിലായി. അപ്പൊ തന്നെ ആനന്ദ് അരവിന്ദിനെ വിളിക്കാൻ പറഞ്ഞു. അരവിന്ദ് ഓഫീസിൽ വന്നിട്ടില്ല. ആനന്ദ് കോപിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. വെരി ഗുഡ്. ഇന്ന് തൃച്ചംബരത്ത് പലതും നടക്കും. അതിനായി കാത്തിരിക്കുക ഞാൻ. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള അംഗം തോൽക്കുന്നവർ മരിക്കണമെന്നാണല്ലോ അംഗത്തിന്റെ നിയമം. തൃച്ചംബരത്ത് ഈ 2 പേരിൽ ഒരാൾ ഇല്ലാതാകണം. എനിവേ, താങ്ക് യു ശ്രീയേട്ട. ശരി പ്രിയങ്ക, നമുക്ക് നേരിട്ട് കാണാം. ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ശരിയല്ലേ? ഇതിലപ്പോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതാ ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു കല്യാണി. മാഡം, നോക്ക്, ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കാം. ഓർത്ത്
മാഡം എനിക്ക് തന്നോ കല്യാണി. അനികുഞ്ഞെ ചായ വേണ്ട കല്യാണി, ഞാനേ ഈ ഗെയിമിന്റെ ഫൈനൽ മോഡിലാ. ശ്രദ്ധ ഇല്ലെങ്കിൽ ചിലപ്പോൾ തോറ്റു. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യാം. താങ്ക്സ്. വലിയ ചായ എടുക്കട്ടെ? വേണ്ട. ആ ബ്രോ. അരവിന്ദ്, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ആ പറഞ്ഞോ ബ്രോ. ഓഫീസിലെ ഫയലുകളെല്ലാം നീ ശരിക്കും പഠിച്ചിട്ടാണോ സൈൻ ചെയ്യുന്നത്? ആ അത് ഞാൻ നന്നായി പരിശോധിച്ചിട്ട് തന്നെ ഒപ്പിടുന്നേ. നീ ഏത് ഫയല് പഠിച്ചിട്ട് സൈൻ ചെയ്തെന്നാ പറയുന്നത്? ഒരു മിനിറ്റ്, ഞാൻ ഫൈനൽ മോഡില് ബ്രോ. ഒരു മിനിറ്റ്. ഫയല് പോലും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് ബിസിനസ്സിൽ കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയിട്ട് നീ ഇവിടെ നിന്ന് ഗെയിം കളിക്കുന്നു. കാര്യം ചോദിക്കുമ്പോ അവന്റെ ഒരു ഗെയിം കളി. നീ ഇപ്പൊ കല്യാണിയോട് പറയുന്നത് കേട്ടല്ലോ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന്. എന്നിട്ടെന്താ ഓഫീസ് കാര്യത്തിൽ അതില്ലാത്തത്? ബ്രോ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സൈൻ ചെയ്ത 2 പ്രൊജക്ടുകളും വൻ ലാഭത്തിലാണെന്നുള്ള മാനേജർ പറഞ്ഞു. ലാഭം? നിന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ വരുത്തിയിരിക്കുന്നത് 9 കോടിയുടെ നഷ്ടമാണ്. കോടിയുടെ നഷ്ടം ഉണ്ടാക്കിയെന്നോ? ഇതെങ്ങനെ? എനിക്ക് മനസ്സിലായില്ല ബ്രോ. നിനക്ക് മനസ്സിലാവില്ല. അർത്ഥം അറിയാതെ അംഗീകാരം കൊടുത്ത എങ്ങനെ മനസ്സിലാവാനാ? ടെക്സ്റ്റൈൽ മില്ലിലേക്ക് മെറ്റീരിയൽ വാങ്ങാൻ എടുത്ത ഓർഡറിൽ 50 കോടിയുടെ നഷ്ടം. യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തതുകൊണ്ട് 50 കോടിയുടെ നഷ്ടം വന്നത്. ആ ഫയലുകൾ വായിക്കാതെയും പഠിക്കാതെയും ഒപ്പിട്ട് കൊടുത്തു ഇവൻ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വേണം എന്തിലും ഒപ്പിടാനെന്ന്. അല്ലമ്മേ, ഫയലുകൾ പഠിക്കാതെ നീ എന്തിനതിൽ ഒപ്പിട്ടു? 10-20 രൂപയുടെ ബിസിനസ് അല്ല ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തുന്നത്. ഉത്തരവാദിത്ത ബോധം വേണം. നേരത്തെ ഓർഡർ കൊടുത്ത കമ്പനിയുടെ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവൻ നിലവാരമില്ലാത്ത കമ്പനിക്ക് ഓർഡർ മാറ്റി കൊടുത്തത്. ആ ഓർഡറിൽ 50 കോടിയുടെ നഷ്ടം വന്നിരിക്കുന്നത്. ഇത്തരം തെറ്റുകൾ കാണിച്ചാൽ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, കമ്പനിയുടെ ഗുഡ്വില്ലും നഷ്ടപ്പെടും. ഫയലുകൾ നോക്കാതെ ഒപ്പിടാന്ന് നീ എവിടെന്നാ പഠിച്ചത്? നീ എന്താ ഓട്ടോഗ്രാഫിലാണോ ഒപ്പിട്ടത്? എന്താടാ കൊച്ചുകുട്ടിയാണോ നീ? നിനക്കൊന്നും പറയാനില്ലേ? സൂപ്പർ അരവിന്ദ്, നീ ഇതാദ്യത്തെ തവണയൊന്നുമല്ല. ഇനിയും നിനക്ക് ഉത്തരവാദിത്ത ബോധം വന്നില്ലേ? നീ എന്തിനാ ഓഫീസിൽ പോന്നേ? ആര് ബോധ്യപ്പെടുത്താൻ? നീ ഉത്തരവാദിത്തത്തോടെ നിന്നിട്ട് 50 കോടിയല്ല 500 കോടി രൂപ നഷ്ടം വന്നാലും ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചേനെ. പക്ഷേ ഇങ്ങനെ അശ്രദ്ധ കൊണ്ട് തെറ്റ് കാണിച്ചാൽ 1 രൂപ നഷ്ടം വന്നാൽ പോലും ഞങ്ങൾ ആരും ക്ഷമിക്കില്ല. ഒരു കുടുംബമായാൽ നിന്റെ ഈ ഉത്തരവാദിത്വമില്ലായ്മ മാറുമെന്ന് ഞാനും നിന്റെ അമ്മയൊക്കെ കരുതി. ഇല്ല, നീ ഒരിക്കലും മാറില്ലെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. നിനക്ക് പറ്റില്ലെങ്കിൽ ഓഫീസിൽ പോകുന്നത് നിർത്തുന്നത് നല്ലത്, നിനക്കും കമ്പനിക്കും.
അയ്യോ എന്താ അരവിന്ദ ഇത്? നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ നിന്റെ ഭാര്യയല്ലേ നന്ദന, അവളോട് സംശയം ചോദിച്ചൂടെ? അവള് പറഞ്ഞു തരില്ലേ? ഇതിപ്പോ എല്ലാരും നിന്നെ വഴക്ക് പറയുമ്പോ പാവം നന്ദന, അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? കോടികളുടെ നഷ്ടം വരുത്തിയതിന്റെ പേരിലാ നിന്റെ അച്ഛനും അമ്മയും ആനന്ദും എല്ലാവരും നിന്നെ വഴക്ക് പറയുന്നത്. അത് കേട്ടു നിൽക്കുന്നത് നീ താലി കെട്ടിയ നിന്റെ ഭാര്യയാണ്. ശോ, അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അവസാനമായിട്ട് നിന്നോട് പറയുക, ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടായാൽ അനിയനാണെന്ന് ഞാൻ നോക്കില്ല. ഓടിച്ച് കാരണം പോയിക്കും ഞാൻ. അല്ല മാൻ, ഞാൻ പോടാ. തുണി അലക്കുന്ന പോലെയും ചുമടെടുപ്പിക്കുന്ന പോലെയും ഈസിയല്ല ഓഫീസ് കാര്യങ്ങൾ. നീ ആദ്യം അത് പഠിക്ക്. കഷ്ടം. ഇവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. കനിപ്പിച്ച് കിട്ടിയിട്ടാണ് ഇരിപ്പ്. എന്തേ എന്ത് ദേഷ്യത്തിലിരിക്കുന്നേ? എന്താ എന്തടി? ഇപ്പൊ നടന്നതെല്ലാം അരവിന്ദ് അങ്ങ് പെട്ടെന്ന് മറന്നുപോയോ? എന്ത് നടന്നു? അരവിന്ദിനെല്ലാം ഒരു നിമിഷം കൊണ്ടങ്ങ് മറക്കാല്ലേ? എല്ലാം നിസ്സാരം. അതിനിപ്പോ അങ്ങനെ ഓർത്തു നോക്കി ഇവിടെ എന്താ സംഭവിച്ചേ? കോടികളുടെ നഷ്ടമുണ്ടാക്കിയതിന് എല്ലാവരും കൂടി അരവിന്ദിനെ വളഞ്ഞിട്ട് ആക്രമിച്ചതൊക്കെ മറന്നോ? അതിനാണോ അങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? എടീ, അമ്മയും അച്ഛനും ബ്രോയൊക്കെ എന്നെ വഴക്കു പറയും. അതൊന്നും അത്ര പുതിയ കാര്യമൊന്നുമില്ല. അരവിന്ദിന് അത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എന്റെ കഴുത്തിൽ താലി കിട്ടിയ പുരുഷനെ എല്ലാവരും കൂടി ചേർന്ന് അപമാനിക്കുമ്പോ അതെനിക്ക് സഹിക്കില്ല. സഹിക്കാൻ പറ്റില്ല അരവിന്ദ്.
നന്ദനയുടെ മുന്നിൽ വെച്ച് എല്ലാരും കൂടി അനിയുഞ്ഞിനെ വഴക്ക് പറഞ്ഞത് തെറ്റായിപ്പോയി. അവൻ ചെയ്തത് ശരിയാണെന്നാണോ കല്യാണി പറയുന്നത്? വായിച്ചു നോക്കാതെയാണോ ഫയലിൽ ഒപ്പിടേണ്ടത്? എന്നാലും അത് നന്ദനയുടെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. നന്ദന അനിയുഞ്ഞിന്റെ ഭാര്യയല്ലേ? ഭർത്താവിനെ എല്ലാരും കൂടി അപമാനപ്പെടുത്തുമ്പോ ഏതു ഭാര്യയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നേ? എടി ബ്രോ ഇപ്പൊ എന്നെ വഴക്ക് പറയല് നിനക്കെന്താ പ്രശ്നം? അതിപ്പോ എന്നല്ലേ പറഞ്ഞേ, അത് സാരമില്ല. അരവിന്ദ് എന്നൊരു സഹോദരനും മകനും മാത്രമല്ല, എന്റെ ഭർത്താവ് കൂടിയാ. ആ കാര്യം കൂടി ഓർക്കണം. അരവിന്ദിന് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ആ ചിന്ത ഉണ്ടാകണമായിരുന്നു. എന്റെ നന്ദനെ നീ എന്നെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. അതിപ്പോ തെറ്റെന്റെ പക്ഷത്താ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോ ഞാൻ ഫയലുകളൊക്കെ വായിച്ചു നോക്കി ഒപ്പിടണ്ടേ? അതാ കോടികളുടെ നഷ്ടം ഉണ്ടായേ, അറിയോ? അതിനാണ് ബ്രോ എന്നെ വഴക്ക് പറഞ്ഞത്. അതിപ്പോ അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്നുണ്ടായ ദേഷ്യം നിയന്ത്രിക്കണമായിരുന്നു. പരിസരബോധം മറന്ന വല്യുഞ്ഞ് പ്രതികരിച്ചത്. അത് നന്ദനെ വല്ലാണ്ട് വേദനിപ്പിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദന വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാ. മാത്രമല്ല അവളൊരു ബിസിനസ്സുകാരി കൂടിയാ. അവൾക്കതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൾ എതിരായി ചിന്തിക്കുകയൊന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ അവനെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അവന്റെ നന്മയ്ക്കായിരിക്കുമെന്ന് നന്ദനയ്ക്ക് നന്നായിട്ടറിയാം. അരവിന്ദിന്റെ മുന്നിൽ വെച്ച് എന്നെ ആരെങ്കിലും അപമാനിച്ച അരവിന്ദ് അത് സഹിക്കൂ? സഹിക്കാൻ പറ്റുമോന്ന്? നന്ദന നീ വെറുതെ. അതെ അരവിന്ദ്, എനിക്ക് എന്റെ ഭർത്താവിനെ എല്ലാവരും കൂടി ചേർന്ന് കോമാളിയാക്കുന്നത് സഹിക്കില്ല. അത് കൂടെപ്പിറപ്പെന്നല്ല, സ്വന്തം അച്ഛനും അമ്മയായ പോലും. എന്താ കല്യാണി? ഏയ് ഒന്നുമില്ല. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ കാത്തിരിക്കുന്നവരും ഉണ്ട്. അതാലോചിച്ച് നിന്നതാ. എനിക്ക് വയ്യ. പ്രിയങ്കയെ വിളിക്കാം. ഹലോ ആന്റി. പ്രിയങ്കെ, വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. സംസാരം തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ആന്റി വളരെ സന്തോഷത്തിലാണെന്ന്. അതെ പ്രിയങ്കെ, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷവതിയാ. ഇതറിയുമ്പോ നിനക്ക് സന്തോഷാവും. ഇവിടെ ഇപ്പൊ ചില സംഭവങ്ങൾ ഉണ്ടായി. തൃച്ചംബരത്തിനകത്ത് ഒരു വലിയ കലാപത്തിന് ആരംഭം കുറിച്ചു. നിർത്താന്റി, ആന്റി പറയും മുന്നേ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആന്റിയോട് ഞാൻ അങ്ങോട്ട് പറയാം. നീ പറയ. സ്റ്റഡി ചെയ്യാതെ ഫയലുകൾ സൈൻ ചെയ്ത അരവിന്ദന്റെ അശ്രദ്ധ കൊണ്ട് കമ്പനിക്ക് 50 കോടിയുടെ നഷ്ടം.
അതിന്റെ പേരിൽ ആനന്ദും അരവിന്ദും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അയ്യോ പ്രിയങ്കെ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ നീ വിവരിച്ചല്ലോ. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞത്? ഇതിന്റെ എല്ലാം സൂത്രധാരി ഈ ഞാൻ തന്നെ ആന്റി. ഓ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലുള്ള എന്റെ ആളാണ് ആന്റി അരവിന്ദിനെ കൊണ്ട് ആ ഫയലൊക്കെ സൈൻ ചെയ്യിപ്പിച്ചത്. ടെക്സ്റ്റൈൽ മില്ലിലേക്ക് ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ഇറക്കിക്കാൻ ഓർഡർ കൊടുത്ത ഫയല്. അതിന്റെ ബുദ്ധി എന്റേത് തന്നെ ആയിരുന്നു. ആ പദ്ധതി തയ്യാറാക്കിയതും ഞാനായിരുന്നു. ശ്ശോ, പ്രിയങ്കെ സൂപ്പർ. പക്ഷേ ഇത്രയും കോടികൾ നഷ്ടം വന്നിട്ടും അഖിലയ്ക്ക് നീ ഉദ്ദേശിക്കുന്ന ഫീലിംഗ്സ് ഒന്നും കണ്ടില്ല. ഉണ്ടാവും ആന്റി, കോടികളുടെ നഷ്ടത്തിലല്ല. രാമലക്ഷ്മണന്മാരെ പോലെ നടക്കുന്ന ചേട്ടനും അനുജനും തമ്മിലടിക്കുമ്പോൾ കാണാം അഖിലയുടെ ഫീലിംഗ്സ്. ഇനി തൃച്ചംബരത്ത് രാമലക്ഷ്മണന്മാരില്ല, ദുര്യോധനനും ഭീമനുമേ ഉള്ളൂ.